ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററില് അതിന്റെ വലിയൊരു മേജർ പോർഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. എന്നിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ന്യൂട്രിയൻസ് എങ്ങനെയാണ് നമ്മുടെ ത്രൂ ഔട്ട് ദ ബോഡി അല്ലെ, നമ്മുടെ ഫുൾ ബോഡിയിൽ എങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലെ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഓർഗൻ അല്ലെ. ഈ ഹാർട്ടാണ് നമ്മുടെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. ഈ 4 ചേമ്പേഴ്സിൽ വഴിയും ബ്ലഡ് പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയാണ് നമ്മുടെ സർക്കുലേഷൻ നടക്കുന്നത്. ഹാർട്ടിന് സിസ്റ്റോളും ഡയസ്റ്റോളും ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഹാർട്ടിന് ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ട്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ ഉണ്ട്, ആൻഡ് ജോയിന്റ് ഡയസ്റ്റോൾ ഉണ്ട്. ഹാർട്ട് ബീറ്റ് എന്താന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പോർഷൻസും കൂടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഇലക്ട്രോകാർഡിയോഗ്രാം, ECG. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ECG എടുത്ത് നോക്കാം അല്ലെ. ഒരു ECG എടുത്ത് നോക്കാം എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ? ഇലക്ട്രോകാർഡിയോഗ്രാം. അപ്പം ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് ECG. ഇങ്ങനത്തെ റിപ്പോർട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ECGന്റെ റിപ്പോർട്ട്സ് അല്ലെ. ECG റിപ്പോർട്ട് വായിക്കാനൊക്കെ പഠിക്കാട്ടോ കുറച്ച് കഴിയുമ്പോ. ഇപ്പൊ പഠിക്കണ്ട, കുറച്ച് അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ECG റിപ്പോർട്ടൊക്കെ വായിക്കാനൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് എന്താ ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG എന്ന് പറയുന്നത്. ആൻഡ് ECG, ഇലക്ട്രോകാർഡിയോഗ്രാം, is a graphical representation. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിൽ ഗ്രാഫ് പോലെ ഉണ്ട് കേട്ടോ. ഗ്രാഫ് പോലെ ഇങ്ങനെ ലൈൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഗ്രാഫ് പോലെയുള്ള റെപ്രസെന്റേഷൻ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ. ടെക്സ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിനകത്ത് നിങ്ങൾ ഗ്രാഫ് ഉള്ള റെപ്രസെന്റേഷൻ ആണ്. ഇതിൽ നിങ്ങൾ ഈ ഒരു മൂവ്മെന്റ് കാണുന്നില്ലേ, നമ്മുടെ ആക്ടിവിറ്റി ECG റീഡിങ്ങിന്റെ മൂവ്മെന്റ് കാണാൻ പറ്റും. ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഇലക്ട്രിക്കൽ വേവ്സ് ഫെൽറ്റ് ഇൻ ദി വാൾസ് ഓഫ് ദി ഹാർട്ട് വെൻ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിന്റെ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്ത്, ECG എന്ന് പറയുന്നത്. And the functional defect of heartbeat can be identified by checking the ECG അല്ലെ. ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പെട്ടെന്നൊരു ക്ഷീണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ECG എടുത്ത് നോക്കും. ECG എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ ഫോം നിങ്ങൾ ഓർത്ത് വെക്കണം, ഇലക്ട്രോകാർഡിയോഗ്രാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറയുന്നത് പൾസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഹാവ് യു നോട്ടീസ് ദ ഡോക്ടേഴ്സ് ചെക്കിംഗ് ദ റിസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ആർ ഷോൺ ഇൻ ദ ഫിഗർ അല്ലെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയി കഴിയുമ്പോൾ ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, ജസ്റ്റ് ഈ പൾസ് ഒന്ന് ബീറ്റ് നോക്കും അല്ലെ. പൾസ് ബീറ്റ് ഒന്ന് നോക്കും. എന്താ ചെയ്യുന്നത് അവിടെ? പ്രസ് ദ ഇൻഡെക്സ് ഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് ഓൺ യുവർ ലെഫ്റ്റ് റിസ്റ്റ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. അപ്പൊ ഇൻഡെക്സ് ഫിംഗറും വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പൾസ് കിട്ടുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. പൾസ് കിട്ടുന്ന don't you feel a throbbing sensation in your fingers? അതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയാം കേട്ടോ. അപ്പൊ നമ്മള് ഇവിടെ റേഡിയൽ ആർട്ടറിന്റെ മോള് ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, പൾസ് കിട്ടുന്നുണ്ടാവും. ഇവിടെ മാത്രമല്ല, നിങ്ങൾക്ക് വേറെ പല സ്ഥലത്തും എന്ത് കിട്ടുന്നുണ്ടാവും, പൾസ് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ഇവിടെയൊക്കെ വെച്ച് നോക്കുക. നിങ്ങൾക്ക് വേറെ എവിടെയൊക്കെയാണ് ഫിമറൽ താഴേക്കൊക്കെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ പൾസ് കിട്ടുന്നത് അവിടെയൊക്കെ നിങ്ങൾ വെച്ച് നോക്കുക. ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ ഇവിടെ കിട്ടുന്ന സാധനമാണ് എന്താ, പൾസ് കേട്ടോ. അപ്പൊ വേറെ എവിടെയൊക്കെയാണ് പോർഷൻസിലാണ് കിട്ടുന്നതെന്നൊക്കെ നിങ്ങൾ എക്സാമിൻ ചെയ്ത് നോക്കാം. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലഡ് പ്രഷർ. കേട്ടിട്ടുണ്ടോ ബ്ലഡ് പ്രഷർ അല്ലെ? BP എന്ന് പറയില്ല, BP. പ്രഷർ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പ്രഷർ കുറഞ്ഞു പോയതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ. ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ട്, ബ്ലഡ് പ്രഷർ നല്ല കുറവായിരുന്നു, അങ്ങനെയാണ് ക്ഷീണം വന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം എന്താണ് ഈ ബ്ലഡ് പ്രഷർ? ഓക്കെ, അപ്പം അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന വാട്ട് ഈസ് ബ്ലഡ് പ്രഷർ. അപ്പം ബ്ലഡ് പ്രഷർ ഇസ് ദ പ്രഷർ ഫെൽറ്റ് ഇൻ ദി ആർട്ടറീസ് വെൻ ദി ഹാർട്ട് കൺട്രാക്ട്സ് ആൻഡ് റിലാക്സസ്. അപ്പം ഹാർട്ട് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വോളിൽ അല്ലെ, ആർട്ടറീസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിനെയാണ് എന്ത് പറയുന്നത്,
ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. ബ്ലഡ് ഹാർട്ട് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്നുണ്ട്, എന്താ പറയാ, സിസ്റ്റോളും ഡയസ്റ്റോളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പം അതിന് ആർട്ടറീസ്, ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൽ നിന്ന് അയോട്ട പോയിട്ട് ആർട്ടറി വഴി ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ആ ആർട്ടറീസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. And is the pressure felt in the arteries the same when the heart contracts and relaxes? അപ്പം ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രഷർ അല്ല ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെ. സിസ്റ്റോൾ നടക്കുന്ന സമയത്ത്, കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രഷർ അല്ല എന്ത് ചെയ്യുന്നത്, റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് നമുക്ക് പഠിക്കാൻ നോക്കാം. അപ്പം സിസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് കൺട്രാക്ട് ചെയ്യുക അല്ലെ, ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് ബ്ലഡ് ഫ്ലോ ചെയ്യുക അല്ലെ. ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് അയോട്ടയിലേക്കാണെങ്കിലും പൾമണറി ആർട്ടറിയിലേക്കാണെങ്കിലും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അപ്പം അതിനെയാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. ആൻഡ് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺട്രാക്ട് ചെയ്ത സാധനം തിരിച്ച് റിലാക്സ് ചെയ്യണം അല്ലെ. അപ്പൊ റിലാക്സ് ചെയ്യുന്നതാണ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പം സിസ്റ്റോൾ സംഭവിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, അബൌട്ട് 70 ml ഓഫ് ബ്ലഡ് is pumped into the arteries when the heart contract. അപ്പം ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്നത് ഡയറക്ഷൻ എന്ന് പറയുന്നത് 70 ml ഓഫ് ബ്ലഡ് ആണ് സിസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് ആർട്ടറിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ഡയസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് അബൌട്ട് 70 ml ഓഫ് ബ്ലഡ് enters into the heart when it relaxes. അപ്പം കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, സിസ്റ്റോൾ ചെയ്യുന്ന സമയത്ത് 70 ml ബ്ലഡ് ആർട്ടറിയിലേക്ക് ഫ്ലോ ചെയ്യും. ആൻഡ് റിലാക്സ് ചെയ്യുന്ന സമയത്ത് 70 ml ഓഫ് ബ്ലഡ് എന്ത് ചെയ്യും, ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ആൻഡ് ഇതിനൊരു പ്രഷർ ഉണ്ട്. സിസ്റ്റോളിന്റെ സമയത്ത് 120 ആണ് നമ്മള് പ്രഷർ എക്സ്പ്രസ് ചെയ്യുന്നത് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. മെർക്കുറിന്റെ സിമ്പിൾ നിങ്ങൾക്ക് അറിയാലോ, HG അല്ലെ, ഹൈഡ്രാർജുറം മെർക്കുറി ആണത് അല്ലെ. മെർക്കുറി കോളം ആണ് ഉള്ളത് അല്ലെ. മെർക്കുറി വെച്ചിട്ടാണ് നമ്മള്, മെർക്കുറിക് പ്രഷർ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതാണ് പ്രഷർ എക്സ്പീരിയൻസ് ഇൻ ആർട്ടറി mmHg അല്ലെ. അപ്പം mmHg എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മൾ പ്രഷർ എക്സ്പ്രസ് ചെയ്യുന്നത്. ആൻഡ് അത് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 120 ആണ്. ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് കുറവാ അല്ലെ, റിലാക്സ് ചെയ്യുക. സിസ്റ്റോൾ എന്ന് പറയുന്നത് കൺട്രാക്ട് ചെയ്യാണ്, റിലാക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രഷർ കുറവായിരിക്കും. ആ ഒരു പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്, 80 mmHg. അപ്പം 120 mmHg ഉണ്ട്, 80 mmHg ഉണ്ട്. അപ്പം സിസ്റ്റോളിക് പ്രഷറും ഉണ്ട്, ഡയസ്റ്റോളിക് പ്രഷറും ഉണ്ട്. അപ്പം 120 ഉണ്ട്, 80 ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആൾക്കാരുടെ, നിങ്ങളിപ്പോ പ്രഷർ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ പ്രഷർ ഒക്കെ അറൌണ്ട് ഇങ്ങനെ എഴുതുക, 120 80 mmHg. ഇങ്ങനെയാ നിങ്ങളുടെ പ്രഷർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എഴുതുക. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഇതേ പ്രഷർ ആയിരിക്കില്ല കേട്ടോ. പ്രഷർ ആൾക്കാർക്ക് വ്യത്യാസം വരും. ചിലപ്പം 110 70 എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, mmHg ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങളെ പ്രഷർ എഴുതി കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ മീനിങ്? നിങ്ങളുടെ സിസ്റ്റോളിക് പ്രഷർ ആണ് 120, നിങ്ങളുടെ ഡയസ്റ്റോളിക് പ്രഷർ ആണ് എന്ത്, 80. അപ്പൊ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും, നിങ്ങളെ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രഷറാണ് 120 എന്ന് പറയുന്നത്. ആൻഡ് ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്തുള്ള പ്രഷറാണ് 80 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എഴുതുന്നത്. 120 80 mmHg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എഴുതുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ദീസ് ടു പ്രഷേഴ്സ് ടുഗദർ ഫോംസ് വൺസ് ബ്ലഡ് പ്രഷർ. ഞാൻ പറഞ്ഞു നമ്മള് ബ്ലഡ് പ്രഷർ നോക്കുന്ന സമയത്ത് 120യും 80യും കാണിക്കില്ല, 120/80 എന്നൊക്കെ കാണിക്കില്ല. ആൻഡ് ദ നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് എ ഹെൽത്തി പേഴ്സൺ ഈസ് റെക്കോർഡഡ് ആസ് 120/80 mmHg. 120/80 mmHg ആണ് നമ്മള് നോർമൽ പ്രഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ പറയുന്നത്. ബ്ലഡ് പ്രഷർ റൈസിംഗ് above this level is called hypertension and lowering this level is called hypotension. അപ്പം 120/80 മേലെ പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഹൈപ്പർ ടെൻഷൻ അല്ലെ, പ്രഷർ കൂടിയിട്ടുണ്ടെന്ന് പറയും. ആൻഡ് അതിന് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പോടെൻഷൻ എന്ന് പറയും കേട്ടോ. അപ്പം പേഴ്സൺ ടു പേഴ്സൺ എപ്പോഴും ബ്ലഡ് പ്രഷർ വ്യത്യാസം വരുന്നു നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. നമുക്കത് സ്റ്റാൻഡർഡൈസ് ചെയ്ത് പറയുന്നേ ഉള്ളൂ, പക്ഷെ എല്ലാ ആൾക്കാരുടെയും പ്രഷർ ഇങ്ങനെ ആവണം എന്ന് നമുക്ക് നിർബന്ധം പറയാൻ വേണ്ടി പറ്റില്ല. സോ ഈ ഒരു അപ്പാരറ്റസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെ. ഇതിനെ പറയാ സ്പിഗ്മോമാനോമീറ്റർ എന്നാ പറയാ.
സ്ഫിഗ്മോമാനോമീറ്റർ. വാട്ട് ഈസ് സ്ഫിഗ്മോമാനോമീറ്റർ? എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്? ബ്ലഡ് പ്രഷർ നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മളെ BP നോക്കാൻ വേണ്ടിയിട്ട്, ബ്ലഡ് പ്രഷർ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിന് എന്തുണ്ട്? മെർക്കുറി കോളം ഉണ്ട് അല്ലെ. അപ്പം നമ്മുടെ പ്രഷറിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ മെർക്കുറി കോളം എന്ത് ചെയ്യും? മെർക്കുറി കോളം എന്ത് ചെയ്യും? മൂവ് ചെയ്യും അല്ലെ. പ്രഷർ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച്, പമ്പ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ നോക്കും. എന്നിട്ട് നമ്മള് സ്റ്റെത്തസ്കോപ്പ് ഉണ്ടാവും അല്ലെ, സ്റ്റെത്തസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ കേൾക്കും. സൗണ്ട് കേൾക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ പ്രഷർ റെക്കോർഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇത് ഡിജിറ്റൽ BP അപ്പാരറ്റസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന, സ്റ്റെപ്പ് ഒന്നും വേണ്ട, നമുക്ക് പ്രഷർ ഒന്നും അടിച്ചു കയറ്റൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ ഈ കഫ് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്ത് കിട്ടും? നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ BP എത്രയാന്ന് അതിനകത്ത് റീഡിങ് കാണിക്കും. ഓക്കെ, അപ്പം ഇത് മാനുവൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്ഫിഗ്മോമാനോമീറ്റർ, ഡിജിറ്റൽ BP അപ്പാരറ്റസ്. രണ്ടും ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആളുടെ പ്രഷർ എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, രണ്ടിന്റെയും ഫംഗ്ഷൻ സെയിം ആണ്. ആൻഡ് നമ്മൾ വീണ്ടും നമ്മുടെ സർക്കുലേഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. ഡബിൾ സർക്കുലേഷൻ. അപ്പൊ നമ്മുടെ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഡബിൾ സർക്കുലേഷൻ എന്നാ നമ്മുടെ സർക്കുലേഷൻ. ഹ്യൂമന്റെ സർക്കുലേഷനെ പറയാ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയാ. എന്തുകൊണ്ടാ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നതെന്ന് അറിയൂ മക്കളെ? How many times the blood from one part of the body pass through the heart before returning to the same part? അപ്പം ഒരു വട്ടം അല്ല, 2 വട്ടം ഹാർട്ടിൽ കൂടെ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ച സെയിം സാധനമാണ്, 2 വട്ടം ഹാർട്ടിൽ കൂടെ പോകുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം ഹാർട്ടിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഹാർട്ടിലേക്ക് സുപ്പീരിയർ ആൻഡ്, നമ്മൾ ഇവിടെ നിന്ന് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ വഴി ഹാർട്ടിൽ എത്തുന്നുണ്ട് അല്ലെ. ഹാർട്ടിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ ചെയ്യുക? ഹാർട്ടിന്ന് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ വന്നു കഴിഞ്ഞാല് പൾമണറി ആർട്ടറി വഴി എങ്ങോട്ടേക്ക് പോകും? ലങ്സിലേക്ക് പോകും. ലങ്സിന്ന് പൾമണറി വെയിൻ വഴി വീണ്ടും തിരിച്ച് ഹാർട്ടിലേക്ക് എത്തും. അപ്പം ഹാർട്ടിൽ വന്ന ബ്ലഡ് ലങ്സിൽ പോയിട്ട് വീണ്ടും ഹാർട്ടിൽ വന്നു അല്ലെ. ഹാർട്ടിൽ വന്നിട്ട് വീണ്ടും എന്ത്? അയോട്ട വഴി എന്ത് ചെയ്തു? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ പോയി, പിന്നെയും സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ. ഇങ്ങനെ ഒരു സർക്കുലേഷൻ അല്ലേ നമുക്ക് നടക്കുന്നത്. ആൻഡ് ഹാർട്ടിൽ അപ്പം ഒരേ ബ്ലഡ് തന്നെ ഫസ്റ്റ് പോയി, ഇറങ്ങിയിട്ട് പിന്നെയും വന്നിട്ട് പിന്നെയും വന്നു അല്ലെ. അപ്പൊ 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഹാർട്ടിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം നമ്മുടെ പൾമണറി എന്ന് പറയുന്ന വേർഡ് ഞാൻ എപ്പോഴും പറഞ്ഞു, പൾമണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ മീനിങ്? ലങ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഹാർട്ടിൽ വന്ന ബ്ലഡ് ലങ്സിലേക്കുള്ള ഒരു സർക്കുലേഷൻ ഉണ്ട്. ആ ഒരു സർക്കുലേഷൻ നമ്മൾ പറയുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ. എന്താ പറയാ? പൾമണറി സർക്കുലേഷൻ അല്ലേ. ആൻഡ് ബാക്കി നമ്മുടെ സിസ്റ്റം, ബാക്കി എല്ലാ സിസ്റ്റത്തിലേക്കും, നമ്മുടെ ബാക്കി ബോഡി പാർട്സിലേക്കൊക്കെ പോകുന്ന വേറൊരു സർക്കുലേഷൻ ഉണ്ട്. ആ സർക്കുലേഷൻ നമ്മൾ പറയാ സിസ്റ്റമിക് സർക്കുലേഷൻ. അപ്പൊ നമ്മുടെ ഹാർട്ടിന്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ സർക്കുലേഷൻ, ഹ്യൂമൻ ബീയിങ്സിന്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത് പൾമണറി സർക്കുലേഷനും ഉണ്ട്, സിസ്റ്റമിക് സർക്കുലേഷനും ഉണ്ട്. അപ്പൊ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ഉള്ള ഒരു ഡബിൾ സർക്കുലേഷൻ ആണ് നമുക്ക് നടക്കുന്നത് അല്ലെ. ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ ആണ്. പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ഉള്ള ഒരു ഡബിൾ സർക്കുലേഷൻ ആണ് നമുക്ക് നടക്കുന്നത് അല്ലെ. ക്ലിയർ അല്ലേ? So, systemic circulation begins from the left ventricle. അല്ലെ, systemic circulation എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്നുണ്ട് അല്ലെ. സിസ്റ്റമിക് സർക്കുലേഷൻ നിങ്ങൾ നോക്കുക, പൾമണറി വെയിനിൽ നിന്ന് എത്തുന്ന സാധനം ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് അയോട്ട വഴി എന്ത് ചെയ്യും? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി വന്നിട്ട് വീനക്കാവയിൽ വന്നിട്ട് എവിടെ എത്തും? റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തും അല്ലെ. ഓക്കെ, and pulmonary circulation begins from the right ventricle and ends in left atrium അല്ലെ. പൾമണറി സർക്കുലേഷൻ നിങ്ങൾ നോക്കൂ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി വഴി ലങ്സിൽ പോയിട്ട് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലാക്കാണ് പൾമണറി സർക്കുലേഷൻ എൻഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? As the same blood passes through the heart twice, the blood circulation in human is known as double circulation. അപ്പം സെയിം ബ്ലഡ് തന്നെ ഹാർട്ടിലല്ല 2 പ്രാവശ്യം പൾമണറി സർക്കുലേഷൻ വഴി വരുന്നുണ്ട്, സിസ്റ്റമിക് സർക്കുലേഷൻ വഴി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? നമ്മുടെ സർക്കുലേഷനെ എന്താ പറയാ? ഡബിൾ സർക്കുലേഷൻ എന്ന് പറയാ. എന്താ പറയാ? ഡബിൾ സർക്കുലേഷൻ. അപ്പൊ നമ്മുടെ സർക്കുലേഷൻ എന്താ പറയാ? ഡബിൾ സർക്കുലേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ,
Prepare flow charts on systemic circulation and pulmonary circulation by including heart chambers. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി എഴുതാം അല്ലെ. Prepare flow charts on systemic circulation including heart chambers അല്ലെ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പം എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ അല്ലെ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി എങ്ങോട്ടേക്ക് പോകും? അയോട്ട വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി എത്തും അല്ലെ. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. എന്നിട്ട് എന്ത് ചെയ്യും? ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിന്ന് എങ്ങോട്ടേക്ക് പോകും? എങ്ങോട്ടേക്കാ പോവുക? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവയിലേക്ക് പോകും അല്ലെ. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ. വീനക്കാവയിൽ നിന്ന് ബ്ലഡ് പോകുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്ക് അല്ലെ. റൈറ്റ് ഏട്രിയം. ഇതാണ് സിസ്റ്റമിക് സർക്കുലേഷനിൽ വരുന്ന ഫ്ലോ ചാർട്ട് ഇൻക്ലൂഡിങ് ചേമ്പേഴ്സ് അല്ലെ. ഇനി പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്ന സമയത്ത് പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്ന സമയത്ത് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പൾമണറി ആർട്ടറി വഴി ലങ്സിൽ പോകും അല്ലെ. ലങ്സിൽ പോയിട്ട് ഓക്സിജനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പൾമണറി വെയിൻ വഴി എങ്ങോട്ടേക്ക് വരും? ലെഫ്റ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരും. ക്ലിയർ അല്ലേ? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരും. അപ്പം ഇതാണ് പൾമണറി സർക്കുലേഷന്റെയും സിസ്റ്റമിക് സർക്കുലേഷന്റെയും ഫ്ലോ ചാർട്ട് അല്ലെ. സിസ്റ്റമിക് സർക്കുലേഷൻ ലെഫ്റ്റ് വെൻട്രിക്കിളിന് അയോട്ട വഴി ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡിയിൽ വന്നിട്ട് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ വഴി റൈറ്റ് ഏട്രിയത്തിലെത്തും. പൾമണറി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറി വഴി ലങ്സിൽ പോയിട്ട് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും. ഓക്കെ. Blood is pumped throughout the body as a result of activities of the heart അല്ലെ. ഹാർട്ടിന്റെ ആക്ടിവിറ്റി കാരണമാണ് throughout the body blood പമ്പ് ചെയ്ത് വരുന്നത്. This blood contains എന്തൊക്കെയുള്ളത്? ഓക്സിജൻ ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട് and other factors. These enter the cell through tissue fluid അല്ലെ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ടിഷ്യൂ ഫ്ലൂയിഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ കണ്ടൻസ് ഒക്കെ സെല്ലുകളിലേക്ക് എത്തുന്നത്. ആൻഡ് അസിമിലേഷൻ, ഈ ഒരു വേർഡ് നിങ്ങൾ പഠിക്കണേ. അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ദീസ് ന്യൂട്രിയൻസ് ബൈ ദി സെൽസ്. അപ്പം ഈ സെല്ല് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രിയൻസ് അല്ലെ, ടിഷ്യൂ ഫ്ലൂയിഡ് വഴി സെല്ലിലേക്ക് എത്തുന്ന ന്യൂട്രിയൻസിനെ സെല്ല് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയാ അസിമിലേഷൻ. എന്താ പറയാ? അസിമിലേഷൻ. സോ വാട്ട് ഈസ് അസിമിലേഷൻ? Assimilation is the utilization of the nutrients by the cells. Cells nutrients utilize ചെയ്യുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഹെൽത്ത് ഓഫ് ദി ഹാർട്ട്. സിമ്പിൾ ആണ്. ചാപ്റ്റർ കഴിയാൻ പോവാണ്. കുറച്ചും കൂടെ കാര്യങ്ങളെ പറയാനുള്ളൂ കേട്ടോ. ഒരു സെഷനും കൂടെ ഉണ്ടാവും കേട്ടോ. ആൻഡ് ഹെൽത്ത് ഓഫ് ദി ഹാർട്ട്. Health of the heart എന്ന് പറയുന്നത് doesn't the malfunctioning of the heart adversely affect the functions of other organs as well? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഹാർട്ട് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഹാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ് അല്ലെ. കാരണം എന്താ? നമുക്ക് ബാക്കിയുള്ള എല്ലാ പാർട്സിനും അല്ലെ, ബാക്കി കൈക്കാണെങ്കിലും കാലിലാണെങ്കിലും ബാക്കിയുള്ള ഫങ്ഷൻ, സ്റ്റൊമക്ക്, ലിവർ, എല്ലാ സാധനത്തിനും വേണ്ട ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? പ്യുവർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഹാർട്ടാണ് അല്ലെ. അപ്പൊ ഓക്സിജൻ ഹാർട്ട് വഴി എന്ത് ചെയ്യും? ബ്ലഡ് ഓക്സിജൻ എടുക്കാൻ വേണ്ടിയിട്ട് ലങ്സിൽ പോയിട്ട് വീണ്ടും ഹാർട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാണ്? ഫുൾ ബോഡിയിൽ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്നത് ഹാർട്ടാണ്. അപ്പൊ എല്ലാ ബോഡിക്കും വേണ്ട ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഹാർട്ടാണ്. അപ്പം ഹാർട്ടിന് എന്തെങ്കിലും മാൽഫങ്ഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന് മാത്രമാണ് അത് ബാധിക്കുക? ഇല്ല അല്ലെ. ത്രൂ ഔട്ട് ബോഡി, എൻറ്റയർ ബോഡിന് എന്ത് ചെയ്യും? അത് എഫക്ട് ആവും. ക്ലിയർ അല്ലേ? അപ്പൊ ഹാർട്ട് അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. What are the factors that adversely affect the heart, health of the heart?
എന്തൊക്കെ കാര്യങ്ങളാണ് ഹാർട്ടിന്റെ ഹെൽത്തിനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുന്നത്? നമ്മൾ എക്സസൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് അല്ലെ, ഫുഡ് ഹാബിറ്റ് അല്ലെ, നമ്മൾ ഫുഡിൽ നിന്നാണ് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ കിട്ടേണ്ടത്. അപ്പൊ ന്യൂട്രിയൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് നന്നായിട്ട് നമ്മൾ ഫാറ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഹാർട്ടിന്റെ വെസൽസിൽ, നമുക്കത് കുറച്ചും കൂടി പറയാം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ, ബ്ലഡിന്റെ വെസൽസിലൊക്കെ എന്ത് ചെയ്യും? കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഡെപ്പോസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഹാർട്ട് എന്താവും? സർക്കുലേഷൻ എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഹൗ ഡു ദിസ് ഫാക്ടേഴ്സ് എഫക്ട് ദി ഹെൽത്ത് ഓഫ് ഹാർട്ട്? എങ്ങനെയാണ് ഹെൽത്ത് ഓഫ് ഹാർട്ട് അല്ലെ? നമ്മുടെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ആണ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് നമ്മൾ ഫോളോ ചെയ്യണം അല്ലെ. പിന്നെ എന്ത് ചെയ്യണം? റെഗുലേറ്റിംഗ് ബോഡി വെയിറ്റ് അക്കോർഡിംഗ് ടു BMI. BMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് ആണ് BMI അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? BMI പ്രോപ്പർ ആയിട്ട് റെഗുലേറ്റ് ചെയ്യണം. BMI എങ്ങനെയാ കാണുക? വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. കറക്റ്റ്. വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ BMI കാണണം. 18 to 25 ആണ് ഒരു റേഞ്ച് ആയിട്ട് നമ്മൾ BMI പ്രോപ്പർ ആണെന്ന് പറയാ. 25ന്റെ മേലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ട് മാറും. ഓക്കെ, ഒബീസിറ്റി ഒക്കെ ആയിട്ട് 30 ഒക്കെ മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അത് ഒബീസിറ്റി ഒക്കെ ആയിട്ട് പറയും. 18ന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ വെയിറ്റ് ആയിട്ടാ പറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് നമ്മളെ BMI റെഗുലേറ്റ് ചെയ്ത് വെക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മളെ മെന്റൽ സ്ട്രെങ്ത് അല്ലെ, നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ, ആൾക്കാർക്ക് നമ്മൾ പഴയ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, പഴയല്ല എല്ലാ സിനിമയിലും എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? പെട്ടെന്ന് ഒരു അറ്റാക്ക് ഒക്കെ വരും അല്ലെ, ഹാർട്ട് അറ്റാക്ക് പോലെയൊക്കെ വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? മെന്റൽ സ്ട്രെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കുക അല്ലെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രാക്ടീസസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എക്സസൈസ് ആണെങ്കിലും യോഗാസ് ആണെങ്കിലും, അപ്പൊ നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഹാർട്ടിന്റെ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവോയ്ഡിങ് ബാഡ് ഹാബിറ്റ്സ് ലൈക്ക് ഡ്രിങ്കിങ് ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽക്കഹോളിന്റെ യൂസേജ് അല്ലെങ്കിൽ എന്താ പറയുക, സ്മോക്കിംഗ് ആണ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് അല്ലെ ഹാർട്ടിന്. അപ്പം സ്മോക്കിംഗ്, ആൽക്കഹോൾ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ, ഇതിൽ കൂടുതൽ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഹാർട്ടിന്റെ ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് അല്ലെ. നമ്മൾ ഫസ്റ്റ് ഒരു ഫുഡ് പ്ലേറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഫുഡ് പ്ലേറ്റിൽ എന്തായിരുന്നു? ഹാഫ് ഓഫ് ദി പോർഷൻ എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കൊണ്ട് നിറയ്ക്കണം. ക്വാർട്ടർ പോർഷൻ എന്ത് വെച്ചിട്ട് നിറയ്ക്കണം? സീരിയൽസ് വെച്ച് നിറയ്ക്കണം. ആൻഡ് ബാക്കിയുള്ള ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് വെച്ചിട്ട് നിറയ്ക്കണം. എന്നിട്ട് നമ്മൾ 1 ഗ്ലാസ് ഓഫ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്റ്റും കൂടെ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ കഴിക്കണം. സോ ഇതാണ് ഇങ്ങനെ ഒരു നമ്മൾ എന്ത് ചെയ്യണം? ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ് അല്ലെ. നമ്മൾ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അധികം കഴിക്കാൻ വേണ്ടി പാടില്ല അല്ലെ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഹാർട്ടിന്റെ ഹെൽത്ത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ടിന് ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മുടെ എൻറ്റയർ ലൈഫിനെയാണ് അത് എഫക്ട് ആവാൻ പോകുന്നത്. ആൻഡ് പ്രൊട്ടക്ട് ദി ഹാർട്ട് വിത്ത് കെയർ. സ്റ്റഡീസ് ഇൻഡിക്കേറ്റ്, അപ്പം വേൾഡ് ഹെൽത്ത് ഡേ, ഹാർട്ട് ഡേ ആയിട്ട് പറയുന്നുണ്ട് September 29 ആണ് വേൾഡ് ഹാർട്ട് ഡേ, September 29. Okay. Studies indicate that the number of heart patients is increasing. Unhealthy food habit and lack of exercise are the major reason for that. അല്ലെ, ഞാൻ പറഞ്ഞു unhealthy ആയിട്ടുള്ള practices. Consuming too much of fatty food causes deposition of fat in the arterial walls. This leads to a condition called atherosclerosis. അപ്പം atherosclerosis നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? atherosclerosis. അപ്പം atherosclerosis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെസൽ ഇല്ലേടാ, ഈ നമ്മളെ ആർട്ടറീസ് ഒക്കെ ഉണ്ട് അല്ലെ, ഈ ആർട്ടറീസിലൊക്കെയാണ് എന്തിനാണ് ആർട്ടറി ഉള്ളത്? ആർട്ടറി എന്തിനു വേണ്ടിയിട്ടാണ് ഉള്ളത്? നമുക്ക് ബ്ലഡ് പ്രോപ്പർ ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടറീസ് ഉള്ളത് അല്ലെ. അപ്പം ഈ ആർട്ടറീസിന്റെ മുകളില് നമ്മൾ കഴിക്കുന്ന ഫാറ്റ് ഒക്കെ പോയി കുറെ ഫാറ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫാറ്റ് ഒക്കെ ഈ ആർട്ടറിന്റെ മുകളില് എന്ത് ചെയ്യും? ഫാറ്റ് ഒക്കെ ഇവിടെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നിൽക്കും. ഈ ആർട്ടറീസ് മുകളില് ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ, ഫാറ്റിന്റെ ഡെപ്പോസിഷൻ ഒക്കെ ഇട്ട് ഇനി എന്താ സംഭവിക്കുക? ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ചെയ്യേണ്ട സ്ഥലത്താണ് ഈ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? പ്രഷറില് വ്യത്യാസം വരും അല്ലെ, നന്നായിട്ട് ഡയമീറ്റർ ഒക്കെ കുറഞ്ഞു പോകും. പിന്നെന്താ ചാൻസ് ഉണ്ട്? പ്രഷർ നല്ല കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബോൾസ് ഒക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? പൊട്ടിപ്പോവും. ആർട്ടറി ഒക്കെ എന്ത് ചെയ്യും? കാപ്പിലറീസ് ഒക്കെ, ഈ ആർട്ടറീസ് ഒക്കെ എന്താ ബ്രേക്ക് ആയി പോകും അല്ലെ,
പൊട്ടിക്കഴിഞ്ഞാല് മൊത്തം ബ്ലീഡിങ് ആവും അല്ലെ. സോ ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഫർദർ ഹാർട്ടിന്റെ സപ്ലൈ ഒന്നും കാര്യമായിട്ട് നടക്കില്ല. സോ അങ്ങനത്തെ ഒരു ഇങ്ങനെ ഫാറ്റ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ആർട്ടറീസിന്റെ വാൾസിൽ ഫാറ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മള് അത്തീറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. എന്താ പറയാ? അത്തീറോസ്ക്ലീറോസിസ്. ഓക്കെ, ക്ലിയർ. അത്തീറോസ്ക്ലീറോസിസ്. അപ്പം അത്തീറോസ്ക്ലീറോസിസിനൊന്നുള്ള പോസിബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത് കേട്ടോ. As a result of these, blood is clotted in the coronary artery, leading to the condition called coronary thrombosis, and this in turn may cause heart attack. അപ്പം coronary thrombosis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ thrombus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന് ഒരു ബ്ലോക്ക് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പം as a result of this, blood is clotted in the coronary artery. coronary arteryയില് ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? കൊറോണറി ത്രോംബോസിസ് ഉണ്ടാവും. ത്രോംബസ് ഈ ക്ലോട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ് കേട്ടോ. അപ്പം അത് മേ കോസ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഡെത്തിനുള്ള ചാൻസ് ഉണ്ട്. ത്രോംബോസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടായി കഴിയുക എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. സ്ട്രോക്ക് is caused by the breakage or rupture of blood vessels in the brain. അപ്പം നമുക്ക് പറഞ്ഞു ഹാർട്ടിൽ നിന്നാണ് എങ്ങോട്ടേക്ക് സപ്ലൈ പോകേണ്ടത്? ബ്രെയിൻ സെൽസിനൊക്കെ ബ്ലഡ് സപ്ലൈ പോകണ്ടേ? ഈ ബ്രെയിൻ സെൽസിനൊക്കെ സപ്ലൈ കൊടുക്കുന്ന ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യി പോയി? റപ്ചർ ആയി പോയി, പൊട്ടിപ്പോയി കഴിഞ്ഞാല് എന്ത് ചെയ്യില്ല? ബ്രെയിനിലേക്ക് വേണ്ട സപ്ലൈ കിട്ടില്ല, നറിഷ്മെന്റ് കിട്ടില്ല. എന്തിനു ലീഡ് ചെയ്യുന്നുണ്ട്? സ്ട്രോക്കിന് ലീഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബ്രെയിനിലേക്കുള്ള സപ്ലൈക്ക് ബ്ലോക്ക് സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും റപ്ചർ ഉണ്ടെന്നുണ്ടെങ്കിലും എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സ്ട്രോക്ക് വരുന്നത് ഒന്നില്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദി ബ്രെയിൻ. അപ്പൊ അങ്ങനെയാണ് സ്ട്രോക്ക് വരുന്നത്. അപ്പം ഹാർട്ടിന്റെ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? ക്ലിയർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് മെയിൻ ആയിട്ട് നോക്കിയത്? നമ്മൾ ഡബിൾ സർക്കുലേഷൻ നോക്കി അല്ലേ? ഡബിൾ സർക്കുലേഷൻ പഠിച്ചു. ഓൾസോ നമ്മൾ അതിന്റെ കൂടെ തന്നെ ഹെൽത്ത് ഓഫ് ഹാർട്ടും നോക്കി അല്ലെ? ഹെൽത്ത് ഓഫ് ഹാർട്ടും നോക്കി. പിന്നെ നമ്മള് ECG എന്താന്ന് കണ്ടു അല്ലെ? ഹെൽത്ത് ഹാർട്ടിന്റെ സിറ്റുവേഷൻ അല്ലെ ഇലക്ട്രിക്കൽ അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിട്ട് ECG ഇലക്ട്രോ കാർഡിയോഗ്രാം നോക്കി. അതിന്റെ കൂടെ തന്നെ നമ്മള് വേറൊരു സാധനം കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് ഓഫ് ഹാർട്ട്, ഡബിൾ സർക്കുലേഷൻ, ECG, ബ്ലഡ് പ്രഷർ അല്ലെ? BP. ഹൈപ്പോടെൻഷനും ഹൈപ്പർ ടെൻഷനും നോർമൽ ബ്ലഡ് പ്രഷർ 120/80 mmHg. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്ലാന്റിന്റെ കേസിൽ എങ്ങനെയാണ് അല്ലെ? ഹ്യൂമന്റെ ബോഡിയിൽ ന്യൂട്രിയൻസ് എത്തുന്നത് സർക്കുലേഷൻ വഴിയാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി പ്ലാന്റ് ബോഡിയിൽ എങ്ങനെയാണ് ന്യൂട്രിയൻസ് എത്തുന്നതെന്ന് നമുക്ക് പഠിക്കണം. അതൊരു ചെറിയൊരു ടോപ്പിക്കാണ്. നമുക്കതൊരു വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.